ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ലൈവ് ട്രേഡിംഗ് സീരീസിൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്ത് വരാറുണ്ട്. ഞാൻ ഈ ഒരു ബൈബിറ്റ് അക്കൗണ്ടിൽ എടുക്കുന്ന ട്രേഡുകളാണ് ഞാനത് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, ഞാനൊരു ട്രേഡ് എടുക്കുമ്പോൾ എന്തൊക്കെ അനാലിസിസ് ആണ് അവിടെ നടത്താറുള്ളത്, ആൻഡ് എങ്ങനെയാണ് ഞാൻ എൻ്റെ റിസ്ക് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ അവിടെ പൊസിഷൻ സൈസിങ് ചെയ്യുന്നത്, ആൻഡ് ഒരു ലോസ് വന്നാലും നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ സീരീസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും ആൻഡ് വിലയേറിയ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഇത്തരം വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് എനിക്ക് തരാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ലൈക്കുകൾ തന്നെയാണ്. അപ്പോൾ അധികം സമയം കളയാണ്ട് നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്ക് പോവാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു ട്രേഡ് എടുക്കാനായിട്ട് പോകുന്നത് സൊളാനയിലാണ്. സൊളാനയുടെ ഒരു പെർപെച്വൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ബൈബിറ്റിൽ ഒരു 1 hour ടൈം ഫ്രെയിമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു 1 hour ടൈം ഫ്രെയിമിലാണ് ഞാനൊരു എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു എൻട്രി എടുക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമേ തന്നെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഡെയിലി ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ രീതിയിൽ പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് റീടെസ്റ്റ് പോലെ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. ആൻഡ് വീണ്ടും നമുക്ക് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള 2 ക്യാൻഡിൽസ് കൂടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രക്ചർ തന്നെ, അതായത് ഒരു ഹയർ ഹൈറ്റ്സ് ആൻഡ് ഹയർ ലോസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ തന്നെ, ഒരു ബുള്ളിഷ് സ്ട്രക്ചർ തന്നെ പ്രൈസ് കൂടെ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു 12 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഒരു ട്രെൻഡ് ലൈനിലൂടെ, അതായത് 1, 2, 3, 4 തവണ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ ആയിരിക്കും നമ്മൾ ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് അങ്ങനെ ഒരു 4 hour ടൈം ഫ്രെയിമിലേക്ക് വന്നു. ഡെയിലി ടൈം ഫ്രെയിമിലും 12 hour ടൈം ഫ്രെയിമിലും നമുക്ക് ചെറിയൊരു ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മളൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് വന്നു. 4 hour ടൈം ഫ്രെയിമിലേക്ക് വന്നപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ പ്രൈസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഒരു 3 തവണ 3 ക്യാൻഡിൽസ്, 3 4 hour ക്യാൻഡിൽസ് പ്രൈസിനെ ഇതിന് മുകളിലേക്ക്, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവിടെ നടക്കുന്നില്ല. ആൻഡ് അങ്ങനെ നമ്മളൊരു 1 hour ടൈം ഫ്രെയിമിലേക്ക്, നമ്മുടെ എൻട്രി ടൈം ഫ്രെയിം ആയിട്ടുള്ള 1 hour ടൈം ഫ്രെയിമിലേക്ക് വന്നപ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലോട് കൂടിയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ടിലാണ് നമ്മളിവിടെ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് തവണ പ്രൈസ് ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടെസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അവസാനം പ്രൈസ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് എടുത്തിരിക്കുകയാണ്. സോ ആ ഒരു ബ്രേക്ക് ഔട്ടിലാണ് നമ്മൾ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാനായിട്ട് പറ്റില്ല. ഫേക്ക് ബ്രേക്ക് ഔട്ട്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ വളരെ വലിയ ട്രേഡേഴ്സ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാതും സാധ്യതകൾ വെച്ചുകൊണ്ടാണ് നമ്മളെപ്പോഴും ട്രേഡ് എടുക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. സോ പ്രൈസ് ഇനിയും മുകളിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നൊരു 5.02% ആണ്. അപ്പോൾ ഞാൻ സൊളാനയിൽ ഒരു 5x ലിവറേജിലാണ് ഞാൻ എൻട്രി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 2% എന്ന് പറയുന്നത് 25.92 USDT ആണ്. അപ്പോൾ എനിക്കിവിടെ ലോസ് ആയിട്ട് വരാൻ പോകുന്നത് 25% ആണ്. അതുകൊണ്ട് തന്നെ ഒരു $103 വെച്ചുകൊണ്ട്, 103 USDT വെച്ചുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്താലാണ് എനിക്കത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും എനിക്ക് എൻ്റെ 25 USDT എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് മാത്രമേ എനിക്ക് ലോസ് ആവുള്ളൂ ഈ ട്രേഡിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 103 USDT വെച്ചുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എടുക്കുന്നത്. എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ 1296 USDT ആണ്. സോ ഞാനത് മുഴുവനായിട്ട് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നില്ല. ഒരു 103 USDT മാത്രം എടുത്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ട്രേഡ് എടുക്കാനായിട്ട് പോവുകയാണ്, ഒരു എൻട്രി എടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു എൻട്രി എടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഈ ഓർഡർ ബൈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാറ്റിയിട്ട് ഓർഡർ ബൈ കോസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്, കൺഫേം കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ എത്ര എമൗണ്ടിനാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്, 103 USDTക്കാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. സോ ഞാൻ 103 എൻട്രി കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓപ്പൺ ലോങ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഞാനിവിടെ കൺഫേം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ആ ഒരു പൊസിഷനോട് ഓപ്പൺ ആയിട്ടുണ്ട്. 102.7598 USDT ആണ്. കറക്റ്റ് 103 ആയിട്ട് വന്നിട്ടില്ല. 102.7598 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിനാണ് ഇവിടെ എൻട്രി എടുത്തിട്ടുള്ളത്. ഇനി ഞാനതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് നമ്മുടെ എൻട്രി പ്രൈസ് 26.756 ആണ്. ഓക്കെ, അപ്പോൾ എൻട്രി പ്രൈസ് നമുക്കിവിടെ കറക്റ്റായിട്ട് കൊടുക്കാം. ആൻഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 25.474 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ TP ഒരു സെല്ലിലേക്ക് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് 25.474 ഞാനിവിടെ എൻട്രി കൊടുക്കുകയാണ്. ആൻഡ് ടേക്ക് പ്രോഫിറ്റ് ആയിട്ട് ഞാനിവിടെ 28.845, ഓക്കെ, 28.845 കൊടുക്കുകയാണ്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് വിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത് 39 USDT ആയിരിക്കും. ഒരു 39% ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ട് പോകുന്നത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 24.48, അതായത് ഏകദേശം ഒരു 25 USDT മാത്രമേ നമുക്കിവിടെ ലോസ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ വെറും 2% മാത്രമേ ലോസ് ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രേഡ് ലോസ് ആയാലും അധികം ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് കൂളായിട്ടിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ കൺഫേം കൊടുക്കുന്നുണ്ട്. ആൻഡ് അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ട്രേഡ് നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡുകളും ഞാൻ എടുത്ത ഉടനെ തന്നെ ഞാൻ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡും കൂടെ ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് പോകുന്നത്, നമുക്ക് പ്രോഫിറ്റ് ആവുമോ ലോസ് ആവുമോ എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടായിട്ട് മാറുകയും വേണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ട്രേഡ് നമ്മൾ ലോസിലാണ് എൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. ഓൾറെഡി നമ്മൾ ആ ലോസ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്, അല്ലെങ്കിൽ ലോസ് ആയാൽ പോലും നമുക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും പറ്റാത്ത രീതിയിലാണ് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റും പൊസിഷൻ സെറ്റിംഗെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ആ ഒരു $25 മാത്രമാണ് നമുക്ക് ലോസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ വെറും 2% മാത്രമേ നമുക്കിവിടെ ലോസ് ആയിട്ട് വന്നിട്ടുള്ളൂ. ആൻഡ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ് നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ മാസം ഇതേ സമയം നമ്മൾ സൊളാനയിൽ ഒരു ട്രേഡ് എടുത്തപ്പോഴും അതും ലോസ് ആയിരുന്നു. ഒരു $25 അന്നും ലോസ് ആയത്. ആൻഡ് ഒരു മാസങ്ങൾക്ക് ശേഷം കൃത്യം ഏകദേശം ആ ഒരു ഡേറ്റിൽ തന്നെ നമ്മൾ ഈ ഒരു മാസവും ഈ ഒരു ട്രേഡും എടുത്തപ്പോൾ അതും ലോസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 2 ട്രേഡും ഒരു $25 വീതമാണ് നമുക്ക് ലോസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സോളാനയ്ക്ക് നമ്മളോട് എന്തോ വിരോധമുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഡിസ്കോഡിൽ ഞാൻ ട്രേഡ്സ് ഷെയർ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ ഒരു ട്രേഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അത് SL ഹിറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഇതിന് മുൻപ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ട്രേഡ് പ്രോഫിറ്റ് ആയിരുന്നു, അതിന് മുമ്പത്തെ ട്രേഡ് പ്രോഫിറ്റ് ആയിരുന്നു, അതിന് മുമ്പത്തെ ട്രേഡ് പ്രോഫിറ്റ് ആയിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് നമുക്കൊരു ലോസ് വന്നിട്ടുള്ളത് അതും ഈ സൊളാനയിൽ എടുത്തിട്ടുള്ള ഒരു ട്രേഡാണ്. ഓക്കെ, അത് നമ്മൾ ഈ ഒരു ട്രേഡാണ്, ഈ ഒരു $25 ലോസ് വന്നിട്ടുള്ള ട്രേഡാണ് നിങ്ങൾ ഇവിടെ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ സൊളാനയ്ക്ക് മാത്രം നമ്മളോട് എന്തോ ഒരു വിരോധമുള്ള പോലെയാണ് ഗൈസ് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല, വെറുതെ പറയുന്നതാണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് നമ്മൾ ലോസ് ആയിട്ടുണ്ട്. ചെറിയൊരു ലോസ് ആണ്, കുഴപ്പമില്ല. നമുക്ക് അടുത്തൊരു ട്രേഡിലോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ട്രേഡിലോ ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ലോസ് മാത്രമേ നമുക്ക് ഈ ഒരു ട്രേഡിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ അടുത്ത ട്രേഡിൽ റിക്കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് എന്നെ കോപ്പി ട്രേഡിംഗിൽ ബൈബിറ്റ് കോപ്പി ട്രേഡിംഗിൽ എന്നെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതും ചെക്ക് ചെയ്യുക. ആൻഡ് കോപ്പി ട്രേഡിംഗിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. എനിക്ക് പ്രോഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രോഫിറ്റ് ആയിരിക്കും, എനിക്ക് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസ് ആയിരിക്കും. ആർക്കും തന്നെ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഒന്നും തന്നെ ഓഫർ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. സോ ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം എന്നെ ബൈബിറ്റിൽ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.